കാറ്റത്തേക്കിളിക്കൂട് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ സുധീഷ് ആണെങ്കിൽ നിധിയെ കൂട്ടിക്കൊണ്ട് തന്നെ ഇന്റർവ്യൂവിന് പോകാനായിട്ട് ഇറങ്ങാണ്. ആ സമയത്താണ് പുറകെ നിന്ന് സുനന്ദ വിളിക്കുന്നത്. സുനന്ദ ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെ അങ്ങോട്ടേക്ക് വന്നിട്ട് സുഭാഷേട്ടാ എന്നങ്ങ് വിളിക്കും. എന്നിട്ട് ആ ഒരു നൈറ്റി ഇട്ടുകൊണ്ടായിരിക്കട്ടോ വന്നിരിക്കുന്നത്. സുനന്ദ പറയുന്നുണ്ട്, ഈ നൈറ്റി എനിക്ക് ഒരുപാടധികം ഇഷ്ടപ്പെട്ടു കേട്ടോ. സുഭാഷേട്ടന് ഇത്രയൊക്കെ സെലക്ഷൻ ഉണ്ടെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. എന്നാൽ ഈ ഒരു കാഴ്ച കണ്ട് നികേഷ് അങ്ങ് ചിരിക്കാൻ തുടങ്ങി. സുനന്ദ പറഞ്ഞു, അമ്മ എന്നോട് ചോദിച്ചു ഇത് പുതിയതാണോ എന്നൊക്കെ. ഞാൻ പറഞ്ഞു അമ്മ വാങ്ങിത്തന്നതല്ലേ എന്ന്. എന്നിട്ട് ഇത്ര പെട്ടെന്ന് അമ്മ അങ്ങ് മറന്നുപോയെന്ന് ചോദിക്കുന്നതോടുകൂടി തന്നെ അമ്മ പിന്നെ കൂടുതലൊന്നും ചോദിക്കാൻ വന്നില്ല. ഏതായാലും എനിക്ക് ഒരുപാടധികം ഇഷ്ടപ്പെട്ടു കേട്ടോ സുഭാഷേട്ടാ, നല്ല കളറാ, എനിക്കിത് ചേരുന്നുണ്ടല്ലേ എന്നൊക്കെ പറയും. സുഭാഷിനാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയില്ല. സുഭാഷ് വല്ലാതെ അന്താളിപ്പോട് കൂടെ തന്നെ സുനന്ദയെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. സുനന്ദയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിൽ അവിടെ നിന്നങ്ങ് പോയി. അത് സുധീഷ് നിധിക്ക് വേണ്ടിയിട്ട് എടുത്ത നൈറ്റിയാണ്. പക്ഷേ സുനന്ദയുടെ വിചാരം അത് സുനന്ദയ്ക്ക് വേണ്ടിയിട്ട് സുഭാഷ് ആദ്യമായിട്ട് എടുത്തു തന്നതാണ് എന്നായിരിക്കും. പിന്നീട് അങ്ങനെ സുധീഷാണെങ്കിൽ നിധിയെ കൂട്ടിക്കൊണ്ട് തന്നെ ആ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് പോവാണ്. അങ്ങനെ അവിടെ ചെന്ന് ബൈക്കിൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നിധി എല്ലാവരെയും അവിടെയൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. നിധിക്കാണെങ്കിൽ ആ ഒരു സ്ഥലമെല്ലാം തന്നെ ഭയങ്കര അങ്ങ് ഇഷ്ടപ്പെട്ടു. നിധി സുധീഷിനോട് പറഞ്ഞു, എന്തൊരു വലിയ കമ്പനിയാണ് ഇതല്ലേ. സുധീഷ് കമ്പനിയിലെ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഈ കമ്പനിയുടെ റിവ്യൂവും ഒക്കെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. നല്ല റിവ്യൂസും കാര്യങ്ങളുമൊക്കെയാണെന്നാണ് പറഞ്ഞത്. സുധീഷ് അത് കേട്ടതോടുകൂടെ ആകെ ടെൻഷനായി. എൻ്റെ ദൈവമേ, ഇതുവരെയായിട്ട് ഫ്രണ്ടിനെ വിളിച്ചിട്ട് അവനാണെങ്കിൽ കോൾ എടുത്തിട്ട് പോലുമില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നേ? ഒരു പക്ഷേ അവൻ ആ കോൾ എടുത്തിട്ടില്ലെങ്കിൽ പണി പാളും. സുധീഷ് പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് മാറിപ്പോയിട്ട് അവനെ വിളിക്കാണ്. എന്ത് ചെയ്യണമെന്ന് പോലും സുധീഷിനറിയില്ല. കാരണം മെസ്സേജ് അയച്ചിട്ട് പോലും അവൻ അത് കാണുന്നില്ല. ഒടുവിൽ അവൻ അവസാനം ആ കോൾ എടുത്തു. സുധീഷ് പറയുന്നത്, എടാ എന്താ താനേ കാണിക്കുന്നത്, താൻ എന്താ ഫോൺ എടുക്കാത്തത്? അതെ, ഞാൻ നിധിയെ കൂട്ടിക്കൊണ്ട് ഇങ്ങനെ കമ്പനിയിലേക്ക് വന്നിട്ടുണ്ടെന്ന് പറയും. താഴെ വന്ന് വെയിറ്റ് ചെയ്യാണെന്ന് പറയും. എപ്പോഴാണ് അങ്ങോട്ടേക്ക് കയറി വരേണ്ടത് എന്ന് ചോദിക്കാണ് സുധീഷ്. അന്നേരം കൂട്ടുകാരൻ പറയുന്നുണ്ട്, അതെ കുറച്ച് പ്രശ്നമുണ്ടെന്ന് പറയും. എന്ത് പ്രശ്നമോ, എന്താണ് നീ പറയുന്നത്? അതെ, അച്ഛൻ ഇവിടെ വന്നിട്ടുണ്ട്. ഇന്ന് ഇൻ്റർവ്യൂ കാര്യങ്ങളൊന്നും തന്നെ നടക്കില്ല എന്ന് പറയാണ്. അച്ഛൻ വന്നിട്ടുണ്ടെന്നോ? അതെ, അച്ഛനുണ്ടെങ്കിൽ പണിയാണെന്ന് പറയും കൂട്ടുകാരൻ. നീ ഒരു കാര്യം ചെയ്യ്, നിന്റെ ഭാര്യയും കൂട്ടിക്കൊണ്ട് ഇപ്പോൾ ഇവിടെ നിന്ന് പോവാൻ നോക്കിയെന്ന് പറയും. എടാ നീ എന്ത് വർത്താനായി പറയുന്നത്? അങ്ങനെ പോകാൻ പറ്റുന്ന കാര്യമാണോ ഇത്? ഇൻ്റർവ്യൂ എന്നും പറഞ്ഞ് ഞാൻ അവളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നതല്ലേ. നീ ഒരു കാര്യം ചെയ്യ്, വെറുതെ ഇൻ്റർവ്യൂ എന്നും പറഞ്ഞ് 2-3 ചോദ്യങ്ങളൊക്കെ അങ്ങ് ചോദിച്ച് അവളെ അങ്ങ് പറഞ്ഞു വിട്ടാൽ മതി. ജോലിയൊന്നും വേണ്ട, നിനക്കറിയാവുന്ന കാര്യമല്ലേടാ. എടാ നീ എന്ത് വർത്താനായി പറയുന്നത്? അതൊക്കെ നടക്കുന്ന കാര്യമാണോ എന്ന് ചോദിക്കാണ്. അച്ഛൻ ഇവിടെയുണ്ട്, ആരൊക്കെ ഇവിടെ വന്നു പോകുന്നു എന്നൊക്കെ CCTV ദൃശ്യത്തിൽ കാണാം. പിന്നെ നീ നിന്റെ ഭാര്യയെ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്ന കാര്യമെല്ലാം തന്നെ അച്ഛൻ അറിയുകയും ചെയ്യും. അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് തന്നെ അവളെ കൂട്ടിക്കൊണ്ട് ഇവിടെ നിന്ന് പോവാൻ നോക്ക്. ഇനി നീ ഇവിടെ നിൽക്കുന്നത് അത്ര സേഫല്ല, അറിയാലോ. വെറുതെ പ്രശ്നമുണ്ടാക്കാൻ നിൽക്കരുത് എന്നൊക്കെ പറയാണ് കൂട്ടുകാരൻ. അപ്പോൾ പിന്നെ ഞാൻ എന്താ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്ന സമയത്തിന് നീ എന്തെങ്കിലുമൊക്കെ കള്ളത്തരം പറഞ്ഞ് ഒപ്പിക്കുമെന്ന് പറയും. അതും പറഞ്ഞിട്ട് അവൻ ആ ഫോൺ അങ്ങ് കട്ട് ചെയ്യാണ്. സുധീഷാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. ഇനി ഇത് നിധിയോട് എങ്ങനെ പറയുമെന്നൊക്കെ ചിന്തിച്ച് പറയാതിരിക്കാനും പറ്റില്ലല്ലോ. ഒടുവിൽ നിധിയുടെ അടുത്തേക്ക് സുധീഷ് വന്നു. എന്നിട്ട് നിധിയോട് പറയുന്നുണ്ട്, അതെ ഒരു ചെറിയ പ്രശ്നമുണ്ടെന്ന് പറയും. സോറി കേട്ടോ എന്ന് പറയാണ്. ഇൻ്റർവ്യൂ മാറ്റിവെച്ചു എന്ന് പറയാണ്. മാറ്റിവെച്ചെന്നോ? അതേ നിധി, ഇപ്പോൾ തൽക്കാലം ഇൻ്റർവ്യൂ നടത്തുന്ന ബോർഡംഗങ്ങൾക്ക് എന്തോ അത്യാവശ്യമായിട്ട് വേറെ എന്തോ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അവർ ഇവിടെ നിന്ന് പോയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഇൻ്റർവ്യൂ നടത്താൻ പാടില്ല. അത് കേട്ടപ്പോൾ തന്നെ നിധി പറഞ്ഞു, ഓ അങ്ങനെയാണല്ലേ, സാരമില്ല സുധീഷേ. ഇത്രയും വലിയൊരു കമ്പനിയിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ അത് വലിയൊരു കാര്യമാണ്. പിന്നെ ജോലി കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതുകൊണ്ട് എനിക്കത് അത്ര വലിയ സങ്കടമൊന്നും തോന്നുന്നില്ല എന്ന് പറയാണ് നിധി. എനിക്ക് വിധിച്ചിട്ടില്ല എന്ന് തന്നെ ഞാൻ അങ്ങ് കരുതിയൊക്കെയാളാം എന്ന് പറയുന്ന സമയത്തിന് അതൊന്നും കുഴപ്പമില്ല, ഇനി വേറൊരു ദിവസം നമുക്ക് ഇൻ്റർവ്യൂവിന് വരാമെന്ന് പറയാണ് സുധീഷ്. ഇൻ്റർവ്യൂ ഡേറ്റ് അവരറിയിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ വന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്താൽ ഉറപ്പായിട്ടും ആ ഒരു ജോലി കിട്ടുമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നിധിയെ കൂട്ടിക്കൊണ്ട് തന്നെ സുധീഷ് അവിടെ നിന്നും തിരിച്ചു പോരുകയാണ്. നിധിക്ക് നല്ല വിഷമമുണ്ടായിരുന്നു. അതുപോലെ തന്നെ സുധീഷ് കാരണം എങ്ങനെയെങ്കിലും ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യിപ്പിക്കാമെന്ന് പറഞ്ഞു കൊണ്ടുവന്നിട്ട് ജോലി കിട്ടാൻ വേണ്ടിയിട്ടൊന്നുമല്ലല്ലോ, വെറുതെ ഇവളെ വന്ന് പറ്റിക്കാൻ വേണ്ടി മാത്രം ചെയ്ത പരിപാടിയാണ്. പക്ഷേ അതിപ്പോൾ കുരിശായിട്ട് മാറിയിരിക്കുകയാണ്. സുധീഷിന് അതെല്ലാം തന്നെ മനസ്സിലായി. അങ്ങനെ അവർ അവിടെ നിന്നങ്ങ് പോയി. കുറേ കഴിഞ്ഞ് നിധിയെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടതിന് ശേഷം സുഭാഷിൻ്റെ അടുത്തേക്ക് ചെല്ലാണ് സുധീഷ്. എന്നിട്ട് സുധീഷ് പറയുന്നുണ്ട്, സുഭാഷ് ഏട്ടൻ പണി സൈറ്റിലായിരിക്കും. സുഭാഷ് ചോദിക്കുന്നുണ്ട്, എന്താടാ ഇത്? സുഭാഷ് ഏട്ടൻ ചോദിക്കുന്നുണ്ട്, എന്താടാ ഇൻ്റർവ്യൂവിൻ്റെ കാര്യമെന്ന് ചോദിക്കും. അന്നേരം സുധീഷ് പറയുന്നത്, അതേ ചേട്ടാ ഒരു പ്രശ്നമുണ്ടെന്ന് പറയാണ്. എന്ത് പ്രശ്നമെന്ന് ചോദിക്കുന്ന സമയത്തിന് ഞാൻ നിധിയെ കൂട്ടിയിട്ട് ഇൻ്റർവ്യൂവിന് പോയിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ ഇൻ്റർവ്യൂ ഒന്നും നടന്നില്ല എന്ന് പറയും. അതെന്താടാ ഇൻ്റർവ്യൂ ഒന്നും നടക്കാത്തത് എന്ന് സുഭാഷ് ചോദിച്ചപ്പോൾ സുധീഷ് പറയുന്നത്,
ചേട്ടാ അവിടെ ചെന്നപ്പോൾ അവൻ്റെ അച്ഛൻ അങ്ങോട്ടേക്ക് കമ്പനിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവൻ്റെ അച്ഛന് ഈ കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇൻ്റർവ്യൂ ഒന്നും നടന്നില്ല. എടാ ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടായിരുന്നോ നിനക്ക് എന്ന് ചോദിക്കാണ്ട് സുഭാഷ്, നീ എന്തിനാണ് അങ്ങനെ കള്ളത്തരങ്ങളൊക്കെ അവളോട് പറയുന്നത്? എൻ്റെ ചേട്ടൻ ആർക്കിടെക്റ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ അവളെ പറ്റിക്കുന്നത്. ചേട്ടൻ ഒന്ന് സമാധാനപ്പെട്, എങ്ങനെയെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ട് ഞാൻ ഇതൊക്കെ ശരിയാക്കിക്കൊള്ളാമെന്ന് പറയാണ് സുധീഷ്. അങ്ങനെ സംസാരിക്കുന്നതിൽ തന്നെ നിധി അടുത്തേക്ക്, ഇതേ സമയത്ത് തന്നെ നിധിയുടെ അടുത്തേക്ക് നികേഷ് വരികയാണ്. നികേഷ് 2 ജ്യൂസൊക്കെ വാങ്ങിച്ചു കൊണ്ടുവരുന്നുണ്ട്. നിധി ചേച്ചി ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് മടുത്ത് വരുന്നതല്ലേ, അതുകൊണ്ട് ഞാൻ ജ്യൂസ് വാങ്ങിച്ചു കൊണ്ടുവന്നതാ എന്നൊക്കെ പറഞ്ഞ് അവൻ ആ ജ്യൂസ് കൊടുക്കും. ജ്യൂസൊക്കെ കുടിച്ച് സംസാരിക്കുന്നതിൽ തന്നെ നിധി ചോദിച്ചു, നിനക്ക് ഇന്ന് ലീവാണോ? എന്നിട്ടെന്താ നിന്റെ ഫ്രണ്ട്സിനെ ആരെയും ഇങ്ങോട്ടേക്ക് കാണുന്നില്ലല്ലോ, നിന്റെ ഫ്രണ്ട്സ് ആരും നിന്നെ കാണാൻ ഇങ്ങോട്ടേക്ക് വരാറില്ലേ എന്ന് ചോദിക്കും. അന്നേരം നികേഷ് പറയുന്നുണ്ട്, ആര് വരാനാ ചേച്ചി, പെണ്ണുങ്ങൾ വാഴാത്ത വീടല്ലേ ചേച്ചി ഇത്, ഇങ്ങോട്ടേക്ക് ആരെങ്കിലും വരുമോ? ഈ വീടിനെക്കുറിച്ച് അങ്ങനെയൊക്കെയാണ് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടിരിക്കുന്നത്. കാര്യങ്ങളോ, എന്ത് കാര്യങ്ങൾ? നിധി ചോദിച്ചു. പെണ്ണുങ്ങൾ വാഴുക എന്ന് പറഞ്ഞാൽ നിന്റെ അമ്മ മരിച്ചു പോയതിനു ശേഷമാണോ? അപ്പോഴേക്കും നികേഷ് ഒന്നും മിണ്ടിയില്ല. കുറച്ചു സമയം അവൻ അങ്ങ് നിശബ്ദനായി നിന്നു. പിന്നീട് നികേഷ് നിധിയോട് പറയുന്നുണ്ട്, ചേച്ചി എൻ്റെ അമ്മ ഞാൻ ജനിച്ചതിന് ശേഷം മരിച്ചു പോയതാണ്. പക്ഷേ അതിനുശേഷം കുറേ കാലം കഴിഞ്ഞ് അച്ഛൻ വേറൊരു സ്ത്രീയെ വിളിച്ചുകൊണ്ട് വന്നു. അവരെ കല്യാണം കഴിച്ചതാണോ അതോ ഇനി വിളിച്ചുകൊണ്ട് വന്നതാണോ എന്നൊന്നും എനിക്കറിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവർ പോയി. പക്ഷേ അതിനുശേഷം അച്ഛനെ വന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി. അച്ഛൻ ജയിലിലായിരുന്നു. അമ്മയെ അച്ഛൻ കൊന്നതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അച്ഛനെ അവർ ജയിലിലാക്കിയത്. എന്നാൽ ആ ഒരു കാര്യം നിതീഷ് പറയുന്ന സമയത്തിന് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല കേട്ടോ നിധിക്ക്. സത്യമാണോ ഈ പറയുന്നത് എന്ന് ചോദിക്കുകയാണ് നിധി. എനിക്കറിയില്ല ചേച്ചി, എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ തന്നെ ഞാൻ കേൾക്കുന്ന കാര്യങ്ങൾ അങ്ങനെയൊക്കെ തന്നെയാണ്. ഈ കുടുംബത്തോട് തന്നെ എല്ലാവർക്കും പുച്ഛമാണ്. ഇതൊന്നും തന്നെ സുധീഷേട്ടൻ ചേച്ചിയോട് പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിക്കുന്ന സമയത്തന്നെ ഇല്ല, പറഞ്ഞിട്ടില്ല. അത് കേട്ടപ്പോൾ നിധിക്ക് ശരിക്കും അതൊരു പുതിയ അറിവായിരുന്നു. അപ്പോഴേക്കും സുഭാഷ് അങ്ങോട്ടേക്ക് വന്നു. സുഭാഷ് വന്ന് ചോദിക്കുന്നുണ്ട്, ഇതെന്താ നികേഷേ നീ നിധിയെ ഇവിടെ ഇരുത്തി സംസാരിക്കുന്നത് എന്ന് ചോദിക്കും. വെളിയിൽ നല്ല വെയിലുണ്ട്, അകത്ത് കയറി ഇരുന്ന് സംസാരിക്കാമായിരുന്നു എന്ന് പറയും. നിധി പറയുന്നുണ്ട്, അതൊന്നും പ്രശ്നമില്ല സുഭാഷേട്ടാ. സുഭാഷേട്ടൻ എൻ്റെ ഇൻ്റർവ്യൂവിനെ പറ്റിയിട്ടൊന്നും ചോദിച്ചില്ലല്ലോ. സുഭാഷ് ഒരു നിമിഷം അത് കേട്ടപ്പോഴൊന്നും ഞെട്ടി. നിധി പറയുന്നുണ്ട്, ഇൻ്റർവ്യൂവിന് ചെന്ന സ്ഥലത്ത് ഇൻ്റർവ്യൂ ഒന്നും നടന്നില്ല. എനിക്കവിടെ ജോലി കിട്ടുമോ സുഭാഷേട്ടാ? എനിക്ക് നല്ല ടെൻഷനുണ്ട്. സുഭാഷേട്ടൻ റെക്കമെൻഡ് ചെയ്താൽ എനിക്ക് ആ ഒരു ജോലി കിട്ടുമായിരിക്കും. സുഭാഷ് ആകപ്പോടെ അങ്ങ് പെട്ടുപോയൊരവസ്ഥയിലായിരിക്കും. സുഭാഷ് പറയുന്നുണ്ട്, അതേ നിധി, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. നീ കരുതുന്നത് പോലെ ഞാനൊരു ആർക്കിടെക്റ്റ് ഒന്നുമല്ല. സുധീഷ് നിന്നോട് എന്തിനാണ് അങ്ങനെ പറഞ്ഞതെന്നൊന്നും എനിക്കറിയില്ല എന്ന് പറയാണ് സുഭാഷ്. സുഭാഷ് പറയുന്നത്, ഞാൻ ഇവിടുത്തെ വെറും ഒരു മേസ്തിരി മാത്രമാണ്. എൻ്റെ കീഴിൽ കുറച്ച് പണിക്കാരൊക്കെയുണ്ട്. അവൻ മേസ്തിരിയാണെന്ന് പറയാൻ അവന് നാണക്കേട് കാണുമായിരിക്കും. അവൻ നിന്നോട് ഇത്ര വലിയൊരു കള്ളം പറഞ്ഞതിന് ഞാൻ നിന്നോട് സോറി പറയുന്നു മോളെ. എന്നോട് നീ ക്ഷമിക്കണമെന്നൊക്കെ പറയാണ്. എന്നോട് നീ ക്ഷമിക്കണം നിധി എന്നൊക്കെ പറയാട്ടെ സുഭാഷ്. ഇത് കേട്ടപ്പോൾ ശരിക്കും നിധിക്കൊരു ഞെട്ടലായിരുന്നു. നിധി പറയുന്നത്, സുഭാഷേട്ടൻ എൻ്റെ അടുത്ത് സോറി പറയാനോ? നിധിക്ക് സങ്കടം കൊണ്ട് കണ്ണു നിറഞ്ഞു. സത്യമെല്ലാം തന്നെ നിധി മനസ്സിലാക്കുന്നുണ്ട്. നിധി സങ്കടപ്പെട്ട് നിൽക്കുന്ന സമയത്തിന് സുഭാഷ് അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. നീ പേടിക്കേണ്ട മോളെ, നിനക്കുടനെ തന്നെ ഒരു ജോലി കിട്ടും. സാരമില്ല, നീ വിഷമിക്കേണ്ട. വാ നമുക്ക് ജ്യൂസ് കുടിക്കാമെന്നൊക്കെ പറഞ്ഞ് സുഭാഷ് പറഞ്ഞുവെങ്കിലും നിധി വേണ്ട, ഞാൻ പോയിക്കോളാം എന്നൊക്കെ പറഞ്ഞ് നിധി സങ്കടത്തോടു കൂടി തന്നെ അവിടെ നിന്ന് നടന്നുപോയി. നിധി പ്രതീക്ഷിച്ച പോലെയൊന്നുമല്ല കാര്യങ്ങളെന്ന് നിധിക്ക് മനസ്സിലായി. എല്ലാ സത്യങ്ങളും നിധി ഓരോ കാര്യങ്ങളായിട്ട് മനസ്സിലാക്കി വരുന്നു. അങ്ങനെ നടന്നു പോകുന്ന വഴിക്കാണ് സുധീഷ് ബൈക്കുമായി അങ്ങോട്ടേക്ക് വരുന്നത്. നിധിയെ കണ്ട് സുധീഷ് വണ്ടി നിർത്തി. ഇതെന്താ നിധി, നീ ഇവിടെ വെയിലത്ത് നടക്കുന്നത് എന്ന് ചോദിച്ച സുധീഷിനോട് നിധി പറഞ്ഞു, നിങ്ങൾ കാരണമാണ് എനിക്ക് ഈ പ്രശ്നമെല്ലാം തന്നെ വന്നത്. നിങ്ങളാണ് എല്ലാത്തിനും കാരണം, എല്ലാ പ്രശ്നത്തിനും കാരണം നിങ്ങളാണ് എന്നൊക്കെ പറഞ്ഞു കൊടുത്തിന് നിധി സുധീഷിനെ കുറേ അധികം കുറ്റപ്പെടുത്തി സംസാരിക്കാണ്. നിധിയുടെ വാക്കെല്ലാം കേട്ടതോടുകൂടി തന്നെ സുധീഷ് ആകെ ഞെട്ടിപ്പോയി. തൻ്റെ കള്ളത്തരങ്ങളെല്ലാം തന്നെ, താൻ ഇത്ര കാലം നിധിയിൽ നിന്നും മറച്ചു വെച്ച കള്ളത്തരങ്ങളെല്ലാം തന്നെ പുറത്തായോ എന്നൊരു പേടി അവൻ്റെ മനസ്സിലേക്ക് വന്നു. അങ്ങനെ സുധീഷ് ആകെ പേടിച്ച് വിറച്ചിങ്ങനെ നിധിയെ നോക്കി നിൽക്കാട്ടോ. നിധിയുടെ വാക്കെല്ലാം കേട്ടതോടുകൂടി തന്നെ സുധീഷ് ആണെങ്കിൽ ആകെ തരിച്ച് നിൽക്കുകയാണ്. നിധിയുടെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് സങ്കടം കൊണ്ട് ചുവന്നിട്ടുണ്ട്. സുധീഷ് പതിയെ ബൈക്കിൽ നിന്നും ഇറങ്ങി അവളുടെ അടുത്തേക്ക് ചെന്നിട്ട്, എന്താ നിധി, നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് ചോദിക്കും. ഞാൻ എന്ത് പിഴച്ചു? അവൻ വളരെയധികം പാവത്താനായിട്ട് നിധിയുടെ മുന്നിൽ അഭിനയിച്ചുകൊണ്ട് ചോദിക്കാണ്. അപ്പോഴേക്കും നിധിയുടെ ഉള്ളിലെ സങ്കടം ഒരു പൊട്ടിത്തെറിയായി അങ്ങ് മാറി. നിങ്ങൾ എന്നോട് പറഞ്ഞത് നിങ്ങളുടെ ചേട്ടൻ വലിയൊരു ആർക്കിടെക്റ്റ് ആണെന്നല്ലേ? ഈ വലിയ വീടും സമ്പാദ്യമൊക്കെ ആ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണെന്നല്ലേ നിങ്ങൾ എന്നോട് തട്ടിവിട്ടിരുന്നത്? പക്ഷേ ഇപ്പോഴാണ് എനിക്ക് സത്യമെല്ലാം തന്നെ മനസ്സിലായത്.
ഇതൊക്കെ വെറും പുകമറ മാത്രമായിരുന്നു എന്ന്. സുഭാഷേട്ടൻ തന്നെ എല്ലാ സത്യങ്ങളും എന്നോട് തുറന്നു പറഞ്ഞിരിക്കുന്നു. അദ്ദേഹം വെറും ഒരു മേസ്തിരിപ്പണിക്കാരനാണെന്നും ഈ കണ്ടതെല്ലാം വെറും അഭിനയമായിരുന്നു എന്നും എല്ലാം തന്നെ എന്നോട് പറഞ്ഞു എന്ന് പറയും. നിധിയുടെ വാക്കുകൾ കേട്ടതോടുകൂടി തന്നെ സുധീഷിൻ്റെ കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് പോലെ തോന്നി. അവൻ വിക്കി പറഞ്ഞു, അത് പിന്നെ നിധി, അത് നിന്നെ എനിക്ക് നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് എന്ന് പറയും. അന്നേരം നിധിക്ക് ദേഷ്യം വരികയാണ്. നിധി പറയുന്നുണ്ട്, അതിന് നമ്മൾ തമ്മിലുള്ള അങ്ങനെയുള്ള ബന്ധങ്ങളൊന്നും ഇല്ലല്ലോ, നിങ്ങൾ എൻ്റെ വെറും ഒരു ഫ്രണ്ട് മാത്രമാണ്. ഒരു ഫ്രണ്ട്ഷിപ്പിനടുത്തൊരു ബന്ധമൊന്നും തന്നെ ഞാൻ നിങ്ങളോട് കണ്ടിട്ടില്ല. നമ്മൾ തമ്മിലുള്ള ആ അന്തരം കണ്ടിട്ട് നീ എന്നെ വേണ്ടെന്ന് വെക്കുമോ എന്ന് ഞാൻ പേടിച്ചു എന്ന് വീണ്ടും പറയാണ് സുധീഷ്. പക്ഷേ നിധിയാണെങ്കിൽ വിടാനൊന്നും ഭാവമില്ലായിരുന്നു. കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ബന്ധങ്ങൾക്ക് എന്ത് ആയുസുണ്ടാവാനാണ് സുധീഷേ? അതിനേക്കാൾ വലിയൊരു സത്യം നികേഷ് എന്നോട് പറഞ്ഞു. നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച്, നിങ്ങളുടെ അച്ഛനെക്കുറിച്ച്, അമ്മയുടെ മരണത്തെക്കുറിച്ച് നാട്ടുകാർക്ക് പോലും പുച്ഛമുള്ള ഈ കഥകളൊന്നും തന്നെ നിങ്ങളെന്താ എന്നോട് പറയാതിരുന്നത് എന്ന് ചോദിക്കാണ് നിധി. സുധീഷ് അന്നേരം ഒന്നും മിണ്ടാതെ തല താഴ്ത്തി നിന്നു. അവൻ്റെ കണ്ണുകൾ നിറയാൻ തുടങ്ങി. നിധി, ആ പഴയ കഥകളൊക്കെ ഓർക്കാൻ പോലും ഞങ്ങൾക്ക് പേടിയാണ്. അച്ഛൻ ചെയ്ത തെറ്റിന് ഞങ്ങൾ മക്കൾ എന്ത് പിഴച്ചു? ആ സത്യമൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നീ പിന്നെ എന്നെ സ്നേഹിക്കില്ല എന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിന്നിൽ നിന്നും ഇതെല്ലാം മറച്ചു വെച്ചത് എന്നൊക്കെ പറയാട്ടോ സുധീഷ്. നിധി ഒരു ദീർഘമായൊന്ന് ശ്വാസം എടുത്തതിന് ശേഷം അവനെ നോക്കി പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ പണമോ പദവിയോ ഒന്നും തന്നെ വേണ്ടായിരുന്നു. എനിക്കൊരു അഭയം കിട്ടാൻ വേണ്ടി മാത്രമാണ് ഞാൻ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നത്. ഇപ്പോൾ എനിക്ക് വേണ്ടിയിരുന്നത് വെറും സത്യസന്ധത മാത്രമാണ്. പക്ഷേ നിങ്ങൾ എന്നെ ഓരോ നിമിഷവും ഇങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെന്തിനാണെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. സുധീഷ് അവളുടെ കൈകൾ പിടിക്കാഞ്ഞാഞ്ഞുവെങ്കിലും അവൾ പെട്ടെന്ന് തന്നെ ആ ഒരു കൈയങ്ങ് തട്ടിമാറ്റി. അതെ, എനിക്ക് കുറച്ച് സമയം വേണം സുധീഷ്. ആരോടൊപ്പമാണ് ഞാൻ ജീവിക്കേണ്ടത് എന്നും എനിക്കിപ്പോഴും ബോധ്യപ്പെട്ടിട്ടില്ല. നിധി വേഗത്തിൽ തന്നെ അവിടെ നിന്ന് നടന്നുപോയി. ബൈക്കിൽ ചാരിയിരുന്ന് സുധീഷ് ആകെ തകർന്നു പോയൊരവസ്ഥയിലായിരുന്നു. കള്ളങ്ങൾ കൊണ്ട് പടുത്തുയർത്തിയ തൻ്റെ ജീവിതം ഇതാ ചീട്ടുകൊട്ടാരം പോലെ തകരുന്നത് അവൻ നോക്കി നിന്നു. സുഭാഷേട്ടൻ പറഞ്ഞത് എത്ര സത്യമായിരുന്നു എന്ന് അവൻ അന്നേരം ഓർത്തു. തൻ്റെ കള്ളത്തരങ്ങൾ കൊണ്ട് സ്വന്തം സഹോദരനെയും കുടുംബത്തെയും മാത്രമല്ല ജീവന് തുല്യം സ്നേഹിച്ച നിധിയെയും അവൻ വേദനിപ്പിച്ചിരിക്കുന്നു. ഈ തകർന്നു പോയിരിക്കുന്ന ബന്ധം ഇനി എങ്ങനെ കൂട്ടിയിണക്കണമെന്നൊന്നും അറിയാതെ സുധീഷാണെങ്കിൽ ആകെ തകർന്ന് തരിപ്പണമായി അതേ പറ്റിയിട്ട് ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുന്നതും കാണിച്ചു കൊണ്ടാട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.